ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോ JCB 3DX എൻജിൻ ഓയിൽ ചേഞ്ചാണ്. അതിനായി നമുക്ക് വേണ്ടത് JCBയുടെ ഓയിൽ ഫിൽറ്ററാണ്. പിന്നെ വേണ്ടത് 22ൻ്റെ ഒരു ബോക്സും അതിൻ്റെ ടീറാഡുമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഓയിൽ ഫിൽറ്റർ ഇളക്കിയെടുക്കാനായി ഫിൽറ്റർ റേഞ്ചാണ്. പിന്നെ നമുക്ക് വേണ്ടത് അനാബോൾട്ടിൻ്റെ ഒരു പാക്കിംഗ് പശ. ഓയിൽ ചേഞ്ചിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഓയിൽ കാസ്ട്രോളിൻ്റെ 50W40 ഹെവി ഡ്യൂട്ടി എൻജിൻ ഓയിലാണ്. പിന്നെ നമുക്ക് വേണ്ടത് പഴയ ഒരു ബക്കറ്റാണ്. പഴയ ഓയിൽ പിടിക്കാൻ വേണ്ടി പഴയ ഒരു ബക്കറ്റും. അതിനുശേഷം നമ്മുടെ ടൂൾസ് എല്ലാം വണ്ടിയുടെ കീഴ്ഭാഗത്ത് വെച്ചതിന് ശേഷം വണ്ടിക്കടിയിൽ കയറുക. അതിനുശേഷം ഫിൽറ്റർ റേഞ്ച് ഉപയോഗിച്ച് ഫിൽറ്ററിലോട്ട് ഇതുപോലെ കയറ്റി ലെഫ്റ്റിലോട്ട് തിരിക്കുക. ലെഫ്റ്റിലോട്ട് കറങ്ങി വന്നാൽ ലൂസായി വരുന്നുണ്ട്. ഇതൊന്ന് കറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൈ കൊണ്ട് നല്ല സുഖമായിട്ട് നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. ഫുൾ അഴിഞ്ഞു വരുമ്പോൾ ഓയിൽ പുറത്തേക്ക് വരുന്നതായിരിക്കും. അടുത്ത നമുക്ക് ചെയ്യേണ്ടത് എൻജിൻ ഡ്രൈവ് ബോൾട്ട് ഊരാനായി 22ൻ്റെ ബോക്സ് ഉപയോഗിച്ച് ലെഫ്റ്റിലോട്ട് കറക്കുക. ഇതും ഒന്ന് ലൂസായി വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് കൈ കൊണ്ട് ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. ഊരിയെടുക്കുന്ന മുമ്പ് പഴയ ബക്കറ്റ് ഇതിനൊപ്പം വയ്ക്കുക. അതാകുമ്പം വരുന്ന ഓയിൽ അതേപോലെ ബക്കറ്റിനകത്ത് പോകുന്നതായിരിക്കും. അതിനുശേഷം ഫിൽറ്റർ ഊരിയെടുത്ത ഭാഗം നന്നായി തുടച്ച് വൃത്തിയാക്കുക. അതിനുശേഷം പുതിയ ഫിൽറ്റർ എടുക്കുക. മേൽഭാഗത്തെ കവറൊക്കെ പൊട്ടിച്ച് മാറ്റുക. അതിനുശേഷം പുതിയ ഓയിൽ ഈ മേൽഭാഗത്ത് ഈ ഓറിങ്ങിൻ്റെ ഈ ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുക്കണം. അതിനുശേഷം പുതിയ ഓയിൽ ഫിൽറ്റർ ഇതുപോലെ എടുത്തു വെച്ച് വലത്തോട്ട് തിരിക്കുക. വലത്തോട്ട് തിരിഞ്ഞ് ടൈറ്റായി കഴിഞ്ഞാൽ കൈ കൊണ്ട് നന്നായി വിലപ്പിച്ചൊരു ടൈറ്റിങ്ങും ഇതുപോലെ വെച്ച് ചെറിയൊരു ടൈറ്റിങ്. ഇനി അടുത്തായി ചെയ്യാൻ പോകുന്നത് എൻജിൻ ഡ്രൈവ് ബോൾട്ട് ഒന്ന് വൃത്തിയാക്കുക. ബോൾട്ടിൻ്റെ പശ തേച്ച് ഇതുപോലെ വയ്ക്കുക. ഡ്രൈവ് ബോൾട്ട് വരുന്ന ഭാഗവും വൃത്തിയാക്കുക. വലത്തോട്ട് കറക്കി ഡ്രൈവ് ബോൾട്ടും ടൈറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് പുതിയ എൻജിൻ ഓയിൽ എൻജിനകത്ത് ഒഴിക്കാനാണ്. അതിനായി 15 ലിറ്ററിൻ്റെ ബക്കറ്റിലെടുത്ത് ഒഴിക്കാൻ പാടായതുകൊണ്ട് ഒരു 5 ലിറ്ററിൻ്റെ ക്യാനിലോട്ട് മാറ്റിയതിന് ശേഷം എൻജിൻ്റെ മേളിലത്തെ ടോപ്പ് കവറ് ഊരി മാറ്റിയതിന് ശേഷം ഇത് കണക്കൊരു വെച്ചുകുത്തി വെച്ച് എൻജിൻ ഓയിൽ ഇങ്ങനെ ഒഴിക്കേണ്ടതാണ്. അതിനുശേഷം ക്യാപ്പ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലെവൽ നോക്കുകയാണ്. താഴത്തെ ലെവൽ ലോ, മേളത്തെ ലെവൽ ഹൈ. ഇതിന് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഓയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഹൈയിൽ നിൽക്കുന്നുണ്ട്. ബാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓയിൽ ഫിൽറ്ററിനകത്തേക്ക് കയറുന്നതായിരിക്കും. അപ്പോൾ ഓയിൽ ലെവൽ കറക്റ്റാണ്. അടുത്തതായി എയർ ഫിൽറ്റർ അഴിക്കുകയാണ്. എയർ ഫിൽറ്റർ അഴിച്ച് സർവീസ് സെൻറ്ററിൽ കൊണ്ട് എയർ അടിക്കണം. അതഴിച്ച് മാറ്റി നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി എയർ അടിച്ച് കൊണ്ടുവന്ന് തിരിച്ച് എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.